തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ അദ്ദേഹം തന്നെ പറയുന്നു, എനിക്ക് എൻ്റെ രോഗികളെ ചികിത്സിക്കാൻ ഇന്ന ഉപകരണങ്ങളില്ലായിരുന്നു. വിജയ്, നാളിതുവരെ ഞാൻ ഇങ്ങനെ ഒരു ഡോക്ടർ, ഞാനെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമൂഹം തന്നെ നാളിതുവരെ ഇങ്ങനെ ഒരു ഡോക്ടർ എൻ്റെ രോഗികളെ ചികിത്സിക്കാൻ ഇവിടെ ഈ ആശുപത്രിയിൽ ഒന്നുമില്ല എന്ന് നമ്മളാരും കേട്ടിട്ടില്ല, നമ്മുടെ അറിവിലുമില്ല. അപ്പോൾ ഇങ്ങനെ ആ ഡോക്ടർ പറയുമ്പോൾ സർക്കാർ ഞെട്ടി. സർക്കാർ മാത്രമല്ല ഞെട്ടിയത്, കുറേ യൂണിയൻ നേതാക്കൾ ഞെട്ടി. കുറേ അടിമകൾ, യൂണിയൻ നേതാക്കളല്ല, വെറും അടിമകൾ. ഈ അടിമകളുടെ ജൽപ്പനം, പാർട്ടി അടിമകൾ, അതിന് വേറെ വാക്കുണ്ട്. ഈ പാർട്ടി അടിമകളുടെ ജൽപ്പനം നമ്മൾ അവിടെ പത്രസമ്മേളനത്തിൽ കണ്ടു. അതിൽ ആ അടിമയുടെ പേര് വിശ്വനാഥൻ എന്നാണ്. ആ വിശ്വനാഥൻ പത്രപ്രവർത്തകര്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പത്രപ്രവർത്തകരുടെ ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പച്ചമലയാളത്തിൽ പച്ചമലയാളമല്ല, അതിന് നമ്മൾ കളിയാക്കി തിരുവനന്തപുരം ഭാഷയിലൊക്കെ പറയും ജെർക്കി എന്ന് പറയും, ചറുക്ക് വീണെന്ന് പറയും, അല്ലെ? ചറുക്ക് വീണെന്ന് പറയും. ചറുക്ക് വീണു. ആ ചറുക്ക് വീണതിന് ഒന്ന് പറയാമോ? എന്താണ് വിഷയം? അതിൽ നമുക്ക് ഇത് ആദ്യം മുതൽ പറയേണ്ടിയിരിക്കുന്നു. ഇൻട്രൊഡക്ഷൻ പ്രേക്ഷകർക്ക് കൊടുക്കാം. അതായത് നമ്മുടെ മുഖ്യമന്ത്രി പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഓരോ ഫയലും ഓരോ മനുഷ്യ ജീവനാണെന്നുള്ളത്. അതിപ്പോ എന്തായാലും ആരോഗ്യ വകുപ്പിന്റെ കാര്യത്തിൽ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, നേതാവ് കണ്ണൂർ ഇതുപോലെ പറഞ്ഞിരുന്നു. അപ്പൊ അതെന്തായാലും ആരോഗ്യ വകുപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ അത് സത്യമായിട്ട് വന്നിരിക്കുകയാണ്. ഓരോ ഫയലും ഒരു മനുഷ്യജീവന്റെ തന്നെ വിലയുണ്ട് എന്നുള്ളതാണ്. അതിൽ വരുന്ന ഒരു ചുവന്ന നാട എന്ന് പറയുന്നത് അതൊരു മരണത്തിന്റെ ചുവപ്പ് തന്നെ ആകും എന്നുള്ള ഒരു മുഖ്യമന്ത്രി പറയുന്ന ആ ഒരു വാചകം ഇപ്പോൾ സത്യമായി വന്നിരിക്കുകയാണ്. മനുഷ്യജീവന്റെ തന്നെ വിലയുണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഡോക്ടറിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരെ നമുക്ക് അതിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഇതിൽ ചിലരുടെ തള്ള് പൊളിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും. അതായത് ഇതാണ് ഇവരുടെ ഈ ഹാലിളകുന്നതിൻ്റെ പിന്നിലുള്ള കാരണം. ഇതാണ്, അതായത് ഇവരുടെ തള്ളെന്ന് പറഞ്ഞാൽ കേരളം നമ്പർ 1, എല്ലാ കാര്യങ്ങളിലും നമ്പർ 1 ആണ്. നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. അത് തള്ളെന്ന് പറയുന്നത് തന്നെ കള്ളത്തരമാണല്ലോ. അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും അവകാശപ്പെടാനില്ലാതെ പലപ്പോഴും ഇത് പറയുന്ന ഔദ്യോഗിക സംവിധാനങ്ങളും പിന്നെ അതിനെ നിയന്ത്രിക്കുന്ന ഈ പാർട്ടി പരമായിട്ടുള്ള സംവിധാനങ്ങളിൽ നിന്നുമാണ് ഇത് കേൾക്കുന്നത്. ഇങ്ങനെയുള്ള പല ക്ലെയിമുകളും പൊട്ടിപ്പാളീസായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ടതായും 3 വകുപ്പുകളിലാണ് ഇങ്ങനെ തള്ളുന്നവർ. തള്ളി കയറ്റി വെച്ചിരിക്കുന്ന 3 വകുപ്പുകൾ. ഒന്ന് വിദ്യാഭ്യാസ വകുപ്പാണ്, നമുക്കറിയാം. ഒന്ന്, രണ്ടാമത്തത് വ്യവസായ വകുപ്പ്. ഇതും കേരളത്തിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാലോ, വ്യവസായവും വിദ്യാഭ്യാസവും. മൂന്നാമത്തത് ആരോഗ്യം, നമ്മൾ ഈ പറയുന്ന ആരോഗ്യവകുപ്പ്. അതിൽ ഏറ്റവും നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ കേട്ട് ഇവരുടെ ഈ പറയുന്ന ഫോൾസ് ക്ലെയിംസ് എല്ലാം പൊളിഞ്ഞു വീണത് ആരോഗ്യവകുപ്പിലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നമ്പർ 1 ആയിട്ടുള്ള ഈ ആരോഗ്യ വകുപ്പിൽ ഉണ്ടാകുന്ന ഈ പ്രവർത്തനങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇവർക്കില്ല. അതായത് ഈ നമ്പർ 1 എന്നവർ അവകാശപ്പെടുന്നെങ്കിൽ അതിനുള്ള ഈ പ്രവർത്തനങ്ങളും സൗകര്യങ്ങളൊക്കെ അതിന് വേണം. അതില്ല ഇവർക്ക്. അപ്പോൾ അതൊരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്നുള്ളത് നിരവധി മാധ്യമ ചർച്ചകളും ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളും വിദഗ്ധരുടെ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടും സർക്കാരിന് ഒരു കുലുക്കവും ഇല്ല. അത് മെച്ചപ്പെടുത്താനായിട്ട് സർക്കാർ ഒരു കാര്യവും ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ട കാര്യം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. ഏതാണ്? ഈ തിരുവനന്തപുരം യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ വളരെ ദുഃഖകരമായിട്ടുള്ള സന്ദേശം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം എത്രമാത്രം നിസ്സഹായനായതുകൊണ്ടായിരിക്കാം അത് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കണം. അല്ല, ഇതിനകത്ത് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ല, അദ്ദേഹം ഒരു രോഗിയുടെ അവസ്ഥ ഒരു ഡോക്ടർ പറയുന്നു, സർക്കാർ ശമ്പളം അദ്ദേഹത്തിന് എത്ര 3 ലക്ഷത്തിലധികം എന്തുകൊണ്ട് ശമ്പളം. അപ്പൊ അദ്ദേഹം ജനങ്ങളോട് നേരിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അയാളുടെ നിസ്സഹായത അയാൾ അദ്ദേഹം അറിയിക്കുകയാണ്. അപ്പം നമുക്കറിയാം, ഈ ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് പറഞ്ഞ വിദേശ ഈ രാജ്യങ്ങൾക്ക് തുല്യമായ ഇവരുടെ തള്ളുകൾ അറിയാലോ. വിദേശ രാജ്യങ്ങൾക്ക് തുല്യമായിട്ടുള്ള നിലവാരമാണ് നമ്മുടേത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന കുറച്ച് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വ്യാപകമായിട്ടുള്ള ഭയങ്കര പ്രചരണം ഉണ്ടാവും. അതിൽ നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ ആരോഗ്യവകുപ്പ് ഉറങ്ങിയിട്ടില്ല, ആരോഗ്യമന്ത്രി ഉറങ്ങിയിട്ടില്ല. ഇത് പരിഹാസ്യവും അങ്ങേയറ്റം പരിഹാസ്യം. ആരോഗ്യവകുപ്പ് മന്ത്രി ഉറങ്ങാതിരുന്നേ അങ്ങേയറ്റം ഇതൊക്കെ കൂടെ സംഭവിച്ചപ്പോ അവർക്ക് ഇപ്പൊ ഉറങ്ങാതിരിപ്പുണ്ട്. ഇപ്പൊ നല്ല ഉറക്കം വരുന്നില്ല. നേരത്തെ ഇതെല്ലാം നോക്കിയിരുന്നിട്ട് നല്ല മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. അതിലോട്ട് എനിക്ക് കടക്കണം, ഞാൻ അതിലോട്ട് വരാം. ഇപ്പൊ ഈ പരിഹാസ്യം ഇവരുടെ ഇതൊക്കെ അങ്ങേയറ്റം പരിഹാസ്യവും അങ്ങേയറ്റം വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നേടിയിട്ടുണ്ട്, ഇത് ചീറ്റിപ്പോയി.
ഇതെല്ലാം തുടങ്ങി വെച്ചത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ അറിയാലോ കൊറോണ കാലഘട്ടത്തിൽ നമുക്കൊരു മുൻ ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു ശൈലജ എന്ന് പറയും. അപ്പൊ അവരുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. അത് നമുക്ക് രാഷ്ട്രീയം മാറ്റിവെച്ച് തന്നെ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. അവര് ചില മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെ എന്താ പറയാ അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുണ്ട്. അവരൊരിക്കലും അത് പ്ലാൻഡ് ആയിട്ട് ചെയ്തതൊന്നുമല്ല. ചില മുഹൂർത്തങ്ങൾ നമ്മളുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന ചില മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താ അടുത്ത മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ശൈലജ പൂർണ്ണമായി അത് കഴിഞ്ഞ് ആ ശൈലജ ടീച്ചറിന്റെ കഴിഞ്ഞ് അടുത്ത മന്ത്രിസഭ വന്നു. അപ്പോൾ അവർ അടുത്ത മന്ത്രിസഭ രൂപീകരിച്ചു. അതെയാണ് അത് രൂപീകരിച്ചപ്പോൾ പൂർണ്ണമായിട്ടും ഈ ശൈലജ ടീച്ചറിനെ അവഗണിച്ചു. അപ്പൊ അവഗണിച്ചപ്പോൾ നമുക്കിതിന്റെ ഒരു കാര്യം മനസ്സിലായില്ല. കാര്യം ഇവരെന്താണ് വിചാരിച്ചെന്ന് അറിയാമോ? ഈ ശൈലജ ടീച്ചറിന്റെ ജനപ്രീതി കണ്ടിട്ട് ഇവരൊന്ന് ഭയന്നു എന്നുള്ളതൊന്ന് സത്യമാണ്. അതിനപ്പുറം ഇപ്പോൾ ടെക്നിക്ക് പിടികിട്ടിന്ന് മോഹൻലാൽ പറയില്ല. അതായത് കുറച്ച് പരിപാടികൾ ഇങ്ങനെ കാണിച്ചാൽ മതി, അതുകൊണ്ട് ഈ ഒരു PR ടീമിനെ ഇറക്കി. എന്നിട്ട് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് പല സ്ഥാപനങ്ങളിൽ പോകുന്നു. അവിടെയുള്ള ആളുകളുടെ പരിധിയിലല്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അതിന് അവരെ ശകാരിക്കുന്നു പബ്ലിക്കായിട്ട്. അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പെടാത്ത സ്ഥലങ്ങളിലും ഒരു ഷോ ഓഫ് കാണിക്കുന്നു. ഇതെല്ലാം പക്ഷെ ബാക്ക് ഫയർ ചെയ്തു. ഇതെല്ലാം തിരിച്ചടിച്ചു. ഇത് PR ആണെന്ന് ജനത്തിന് പുറപ്പുറം തൂക്കും. അത് മുഹമ്മദ് റിയാസും ചെയ്തു. മുഹമ്മദ് റിയാസ് പെട്ടെന്ന് ഈ മൂക്കാതെ പഴുക്കും പറയും. അവരൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ മൂക്കാതെ പഴുക്കുന്നതിനെ തല്ലിപ്പഴുപ്പിക്കാന്ന് പറയും. അങ്ങനെ തല്ലിപ്പഴുപ്പിക്കുന്നവർ ഈ ഷോകളൊക്കെ കാണിക്കും. അതെ. അപ്പോൾ ഇത് PR ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഈ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വന്നിരിക്കുന്നത്, യൂറോളജിസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുള്ള. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സർജറി ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് 23 വയസ്സുകാരനായിട്ടുള്ളൊരു രോഗിയുടെ മകന്റെ പ്രായം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് തയ്യാറെടുക്കുന്ന സമയത്ത് അതിനുള്ള ഉപകരണം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസാക്ഷി, കേവല മനസാക്ഷി കൊണ്ടും മകന്റെ പ്രായമുള്ളത് കൊണ്ടും മാത്രം അദ്ദേഹം എന്താ പറയുക ഒരു ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിട്ട് അത് അദ്ദേഹം പുറത്തേക്ക് ഒഴുക്കിയത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അങ്ങനെ ചെയ്തു. അപ്പോൾ ആ പോസ്റ്റിൽ അദ്ദേഹം കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ എനിക്ക് ഉണ്ടാവുന്നത്, ഇത് കാലങ്ങളായിട്ട് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ചേട്ടൻ പറഞ്ഞ ആൾക്കാർ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ആൾക്കാരെ പറ്റി, ആ ആൾക്കാരോട് പറയുന്നുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ ഉദ്യോഗസ്ഥനെ നമ്മുടെ എന്താ പറയാ നമ്മൾ ഈ പറയുന്ന ഹാരിസൺ ഡോക്ടർ ഹാരിസൺ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ നമ്മുടെ സിസ്റ്റം, നമ്മുടെ സംവിധാനം എങ്ങനെയാണ് ഈ ആരോഗ്യ സംവിധാനം എങ്ങനെയാണ് തിരിച്ച് ട്രീറ്റ് ചെയ്തത്, ഇത് സത്യങ്ങൾ തുറന്നു പറഞ്ഞു. അതായത് ഈ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് ഡോക്ടർമാര് ഈ സ്ഥാപനത്തിന്റെ മേലധികാരികൾ, നേരത്തെ പറഞ്ഞില്ലേ ഒരു പേര് വിശ്വനാഥൻ ഡോക്ടർ, പിന്നെ സംസ്ഥാന സർക്കാർ, ആരോഗ്യവകുപ്പ് മന്ത്രി, പാർട്ടി തൊഴിലാളി, ആരോഗ്യവകുപ്പ്, ഇവരെല്ലാം അടങ്ങുന്നതാണല്ലോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ സിസ്റ്റം ഇദ്ദേഹത്തിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നുള്ളതാണ് വളരെ മോശമായിട്ട്. അവരൊക്കെ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മെന്റൽ കപ്പാസിറ്റിയെ തകർക്കുന്ന രീതിയിൽ, അതായത് വാക്കുകളെ വളച്ചൊടിച്ചു, വളച്ചൊടിച്ചു. അതായത് വളരെ എന്താ പറയാ ഈ ആത്മാർത്ഥത ഉള്ളൊരു ഡോക്ടറായി പോയി ഈ ഡോക്ടർ ഹാരിസൺ എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് ഇല്ല, അതായത് എംപതി എന്ന് പറയും. ഇവർക്ക് നമ്മൾ കേട്ടിട്ടില്ലേ അദ്ദേഹത്തെ പോലെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കേൾവിയില്. അതെ. അപ്പൊ ഈ എംപതി എന്ന് പറയുന്നത് ഡോക്ടർമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് സിലബസിലുള്ള കാര്യമാണ്, പക്ഷെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ആത്മാവിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ ഈ ഡോക്ടറിന് അങ്ങനെ ഒരു എംപതി ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു ചെയ്തത്. അവിടെയുള്ള മറ്റു ഒരു ഡോക്ടർമാരും ഇങ്ങനെയുള്ള അനീതികൾക്കെതിരെ പറഞ്ഞിട്ടില്ല. അവരവരുടെ കാര്യം നോക്കി പോയി മര്യാദയ്ക്ക്. അവർക്ക് അതുകൊണ്ട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അവരൊന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഇദ്ദേഹം 2 മാസം കഴിഞ്ഞതിന് അദ്ദേഹം ഇത് ചോദിച്ച് 2 മാസം കഴിഞ്ഞതിന് ശേഷം ഈ സാധനം എത്തിയിട്ടില്ല, ഉപകരണം വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് എന്റെ പരിധി വരുന്ന കാര്യമല്ല, ഞാനിത് എന്തിനാണ് ഇടപെടുന്നത്, എനിക്ക് എന്റെ ശമ്പളം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സിസ്റ്റത്തിനെ ബ്ലെയിം ചെയ്തിട്ട് അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നവരാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്നവരാണ് ഈ പറയുന്ന വിശ്വനാഥനും ഇവിടെ അദ്ദേഹത്തിന് ചുറ്റുമുള്ള എല്ലാവരും. പക്ഷേ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ എംപതി അതിന് അനുവദിച്ചില്ല. അദ്ദേഹം ഇത് കൃത്യമായിട്ട് ഒരു സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ജനങ്ങളെ അറിയിച്ചു. അതിനുശേഷം ഈ ഡോക്ടർ വിശ്വനാഥൻ എന്ന് പറയുന്ന ഈ അന്തംകമ്മി വന്നിരുന്ന് പ്രസ് മീറ്റ് നടത്തി. പ്രസ് മീറ്റ് ചേട്ടൻ കണ്ടു കാണുമല്ലോ. അപ്പൊ ആ പ്രസ് മീറ്റിൽ അദ്ദേഹം വന്നിരുന്ന് പറയുകയാണ്,
ഇവിടെ അതായത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ ആയിട്ടുള്ള ഈ ഡോക്ടർ വിശ്വനാഥൻ എന്ന് പറയുന്ന അന്തംഗമ്മി അല്ലെങ്കിൽ പാർട്ടി അടിമ എന്ന് തന്നെ പറയാം, വന്നിരുന്നിട്ട് പറയാണ് അന്ന് ഇദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അത് ശരിയാണോ അതൊന്നുമല്ല നോക്കുന്നത്, അത് ഉന്നയിച്ച സാഹചര്യം എന്ത്, അത് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണോ, ഇതൊക്കെയാണ് സംശയങ്ങൾ. ഇത് തെറ്റാണെന്ന് കണ്ടെത്തിയാൽ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭീഷണിയുടെ. അപ്പൊ ഇതിന് തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ ഈ ഏഷ്യാനെറ്റിന്റെ ഒരു മാധ്യമപ്രവർത്തക ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതിൽ ഈ റെഫറൻസ് പേപ്പറുകൾക്ക് വേണ്ടി തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല. അടുത്തിരിക്കുന്ന ആള് ചെവി പറയുന്നുണ്ട് ഇവിടെ ഒരു ഉണ്ടയോ ഇല്ല ഇവിടെ അത് പറയുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ വെളിപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ നമ്പർ 1 പൊയ്മുഖമാണ്. ഇദ്ദേഹത്തിന്റെ മാത്രമല്ല ഈ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് പൊയ്മുഖമാണ് വെളിയിലായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ 1 ആയി നിൽക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് ഇവിടെ നമ്പർ 1 ആയി നിൽക്കുന്നത് പറഞ്ഞാൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഈ ലബോറട്ടറികളും ഈ പറയുന്ന ഇതെല്ലാം എന്താണ് നോക്കുകൂത്തികളാണ്. അത് അങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതായത് ഇതിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ 1 രൂപ കാശ് പോലും ഞാൻ പ്രതിഫലം വാങ്ങുന്നില്ല. ഇത് ഒരു കാര്യം നമ്മൾ ഇതിൽ പറയണം വിജയ്, ഒരു ഡോക്ടറെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ കാണാൻ പോയാൽ തിരുവനന്തപുരത്തെ അല്ല ഏത് ജില്ലയിലെയും ഡോക്ടേഴ്സ് ഇന്ന ലാബിൽ തന്നെ നിങ്ങൾ പോകണമെന്ന് എഴുതി തരും. എന്തിനാണ്? ആ ലാബിൽ നിന്ന് കമ്മീഷൻ കിട്ടാനായിട്ട്. പിന്നെ അതുപോലെ ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ 3.5 ലക്ഷം രോഗികൾ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ 6.5 ലക്ഷം രോഗികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞോളൂ ബാക്കി. ഇത് കൺക്ലൂഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തിക്ക് നീതി കിട്ടുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നില്ല. കാരണം ഇത് മറ്റൊരു വാർത്ത വരുന്നത് വരെ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഈ നമ്പർ 1 ഇത് അവർ വീണ്ടും റീക്ലെയിം നമ്പർ 1 ഈ DME എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞതുപോലെ തന്നെ ആ ശരീരഭാഷ പോലെ തന്നെ ഈ ഡോക്ടർക്കെതിരെ കടുത്ത നടപടികളായിരിക്കും നമ്മൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാൻ പോവാം.